സംഖ്യ അധ്യായം 23. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ 7 ബലിപീഠങ്ങൾ എനിക്കായി പണിയുക. 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അവർ ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അടുത്ത് നിൽക്കുക, ഞാൻ പോകട്ടെ. കർത്താവ് എനിക്ക് പ്രത്യക്ഷനായേക്കാം. അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ഇത് പറഞ്ഞതിന് ശേഷം അവൻ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ദൈവം ബാലാമിന് പ്രത്യക്ഷനായി. ബാലാം അവിടുത്തോട് പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കി ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. കർത്താവ് ബാലാമിനോട് തൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കൽപ്പിച്ചു, ബാലാക്കിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്ന് പറയുക. ബാലാം ബാലാക്കിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബാലാക്കും മോവാബിലെ പ്രഭുക്കന്മാരും ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാം പ്രവചിച്ചു പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ കൊണ്ടുവന്നു. മോവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന് എന്നെ വരുത്തി. യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, ഇസ്രായേലിനെ ഭർത്സിക്കുക. ദൈവം ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും? കർത്താവ് ഭത്സിക്കാത്തവനെ ഞാനെങ്ങനെ ഭത്സിക്കും? പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ നിന്ന് ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. വേറിട്ട് പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. യാക്കോബിൻ്റെ ധൂളിയെ എണ്ണാൻ ആർക്ക് കഴിയും? ഇസ്രായേലിൻ്റെ ജനസഞ്ചയത്തെ ആര് തിട്ടപ്പെടുത്തും? നീതിമാന്റെ മരണം ഞാൻ കൈവരിക്കട്ടെ, എൻ്റെ അന്ത്യം അവൻ്റേതുപോലെ ആകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോടെന്താണ് ഈ ചെയ്തത്? എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു, എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചു. അവൻ പ്രതിവചിച്ചു, കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ സംസാരിക്കേണ്ടയോ? ബാലാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക, അവിടെ നിന്ന് നിനക്ക് അവരെ കാണാം. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി, എല്ലാവരെയും കാണേണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. അവൻ ബാലാമിനെ സോഫിം വയലിൽ പിസ്ഗാമലയിലേക്ക് കൊണ്ടുപോയി. അവിടെ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുക, ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. കർത്താവ് ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കിൻ്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക. അവൻ വന്നപ്പോൾ ബാലാക്ക് മോവാബ്യ പ്രഭുക്കന്മാരോടൊത്ത് തൻ്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് അരുളി ചെയ്തത്? ബാലാം പ്രവചിച്ചു പറഞ്ഞു, ബാലാക്ക് ഉണർന്ന് ശ്രവിക്കുക, സിപ്പോറിൻ്റെ പുത്ര ശ്രദ്ധിച്ച് കേൾക്കുക. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു, അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോടുകൂടെ ഉണ്ട്. രാജാവിൻ്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിൻ്റെ തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണ് ഇത്. ഇതാ ഒരു ജനം
സിംഹിയെപ്പോലെ അതുണരുന്നു, സിംഹത്തെപ്പോലെ അത് എഴുന്നേൽക്കുന്നു. ഇരയെ വിഴുങ്ങാതെ അത് കിടക്കുകയില്ല, രക്തം കുടിക്കാതെ അടങ്ങുകയുമില്ല. ബാലാക്ക് ബാലാമിനോട് പറഞ്ഞു, നീ അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബാലാക്ക് അവനോട് പറഞ്ഞു, വരിക, മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് അവരെ ശപിക്കാൻ കർത്താവ് സമ്മതിച്ചേക്കും. യെഷിമോണിനെതിരെയുള്ള പെയോർ മലമുകളിലേക്ക് ബാലാമിനെ അവൻ കൊണ്ടുപോയി. ബാലാം അവനോട് പറഞ്ഞു, ഇവിടെ എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 കാളയെയും 7 മുട്ടാടിനെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. Chapter 23. Then Balaam said to Balak, Build me 7 altars, and prepare 7 bullocks and 7 rams for me here. So he did as Balaam had ordered, offering a bullock and a ram on each altar. And Balak said to him, I have erected the 7 altars, and have offered a bullock and a ram on each. Balaam then said to him, Stand here by your holocaust while I go over there. Perhaps the Lord will meet me, and then I will tell you whatever he lets me see. He went out on the barren height, and God met him. When he had put an utterance in Balaam's mouth, the Lord said to him, Go back to Balak and speak accordingly. So he went back to Balak, who was still standing by his holocaust, together with all the princes of Moab. Then Balaam gave voice to his oracle. From Aram has Balak brought me here, Moab's king from the eastern mountains. Come and lay a curse for me on Jacob. Come and denounce Israel. How can I curse whom God has not cursed? How denounce whom the Lord has not denounced? For from the top of the crags I see him, from the heights I behold him. Here is a people that lives apart and does not reckon itself among the nations. Who has ever counted the dust of Jacob, or numbered Israel's wind-borne particles? May I die the death of the just. May my descendants be as many as theirs. What have you done to me? Cried Balak to Balaam. It was to curse my foes that I brought you here. Instead you have even blessed them. Balaam replied, Is it not what the Lord puts in my mouth that I must repeat with care? Then Balak said to him, Please come with me to another place from which you can see only some and not all of them, and from there curse them for me. So he brought him to the lookout field on the top of Pisgah, where he built 7 altars and offered a bullock and a ram on each of them. Balaam then said to Balak, Stand here by your holocaust while I seek a meeting over there. Then the Lord met Balaam, and having put an utterance in his mouth, he said to him, Go back to Balak and speak accordingly. So he went back to Balak, who was still standing by his holocaust, together with the princes of Moab. When Balak asked him, What did the Lord say? Balaam gave voice to his oracle. Be aroused, O Balak, and hearken. Give ear to my testimony, O son of Zippor. God is not man that he should speak falsely, nor human that he should change his mind. Is he one to speak and not act, to decree and not fulfill? It is a blessing I have been given to pronounce, a blessing which I cannot restrain. Misfortune is not observed in Jacob, nor misery seen in Israel. The Lord, his God, is with him. With him is the triumph of his king. It is God who brought him out of Egypt, a wild bull of towering might. No, there is no sorcery against Jacob, nor omen against Israel. It shall yet be said of Jacob and of Israel, Behold what God has wrought. Here is a people that springs up like a lioness, and stalks forth like a lion. It rests not till it has devoured its prey, and has drunk the blood of the slain. Even though you cannot curse them, said Balak to Balaam, at least do not bless them. But Balaam answered Balak, Did I not warn you that I must do all that the Lord tells me? Then Balak said to Balaam, Come, let me bring you to another place. Perhaps God will approve of your cursing them for me from there.
So he took Balaam to the top of Peor, that overlooks Jeshimon. Balaam then said to him, Here build me 7 altars, and here prepare for me 7 bullocks and 7 rams. And Balak did as Balaam had ordered, offering a bullock and a ram on each altar.